ഇവിടെ 1 കോടിയിലധികം ശില്പങ്ങളുണ്ടല്ലോ, പല അർത്ഥത്തിലും രൂപത്തിലൊക്കെ ആയിട്ട് 1 കോടി ശില്പങ്ങൾ ഈ ചെറിയൊരു അമ്പലത്തിലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഇത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അമ്പലമാണിത്, മനസ്സിലായില്ലേ? ചെറിയ അമ്പലമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഐരാവതേശ്വര ടെമ്പിളിൻ്റെ തൊട്ട് മുമ്പിലാണ്. അതായത് എൻ്റെ പിറകിൽ കാണുകയാണ് ഐരാവതേശ്വര ടെമ്പിൾ. അപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ തഞ്ചാവൂർ നേരെ കുംഭകോണം വന്ന് കുംഭകോണത്തുള്ള ടെമ്പിളാണ്. ഇത് തഞ്ചാവൂരുള്ള ബൃങ്കാദേശ്വര ടെമ്പിളിൻ്റെ വേറൊരു പാർട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിർമ്മിച്ചതെന്ന് വെച്ചാൽ രാജരാജ ചോളൻ രണ്ടാമനാണ്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ തഞ്ചാവൂർ കണ്ട വലിയ കോവിൽ ടെമ്പിൾ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു ഇതായിട്ടാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ടെമ്പിൾ തന്നെയാണിത്. അപ്പോൾ ഇതിനും ഒരുപാട് ചരിത്രങ്ങൾ കാര്യങ്ങളുണ്ട്. ഇത് വേൾഡിലെ തന്നെ ഫേമസ് ആയ ടെമ്പിളാണ് കേട്ടോ. പല കാര്യങ്ങൾ കൊണ്ട് വേൾഡിലെ തന്നെ ഫേമസ് ആയ ഒരു ടെമ്പിളാണിത്. അതാണ് പഴയ എൻട്രൻസ്. ഇത് പല ഇതിലും എന്താ പറയുക തകർക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. പല യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ആയാലും എന്തെല്ലാം ഇതിലേക്ക് തകർക്കപ്പെട്ടതാണിത്. കാണുന്നത് അതിൻ്റെ മുകളിൽ കാണുന്നില്ല നിങ്ങൾ. നമ്മളിപ്പോൾ കയറുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലൊരു ഒരു റോസാപ്പൂവിൻ്റെ ഇതുപോലത്തെ കമഴ്ത്തി വെച്ചിട്ട് കാണുന്നില്ലേ? ഇതെന്താ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലുള്ള അഹങ്കാരങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക മനസ്സ് നല്ലതാക്കിയിട്ട് ഉള്ളിലേക്ക് കയറണം എന്നുള്ളൊരിതാണ് കേട്ടോ. ഒരു അഹങ്കാരിയൊന്നും ഇല്ലാണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നാണ് അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്. അതിനാണ് അത് അങ്ങനെ ഇതാക്കിയിട്ടുള്ളത്. അതാണ് അത് സൂചിപ്പിക്കുന്നത്. നോക്കിയിട്ട് എന്ത് രസം കാണാമെന്നറിയാം. ഈ അമ്പലത്തിൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് നിങ്ങൾ, അതൊക്കെ വെച്ചാൽ തേര് വലിക്കുന്ന പോലെയാണ് കണ്ടോ. ഇതിൻ്റെ ഇവിടെ തേരിലേക്ക് കയറുന്ന ഇതും സ്റ്റെപ്പും പിന്നെ ഇതാ തേരിൻ്റെ ചക്രവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ഒരു മാതൃകയിലാണിത് പണിയെടുപ്പിച്ചതായിട്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നുമ്പോൾ കാണുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മഹാമണ്ഡപം എന്ന് പറയുന്നത്. ഇവിടെ 54 പില്ലറുള്ളത്. അപ്പോൾ മറ്റുള്ള എന്താ പറയുക തൂണുകളെ അപേക്ഷിച്ച് ഇവിടുത്തെ തൂണുകൾക്ക് അധികം കൊത്തുപണികളോ കാര്യങ്ങളൊന്നുമില്ല. എന്തുകൊണ്ടാണെന്നറിയാം? അതായത് ഇവിടെ നേരെ ഒരു ശ്രീകോവിലിൽ ഇവിടെ ഒരു പ്രതിഷ്ഠ വരുന്നുണ്ട്. അപ്പോൾ ആ പ്രതിഷ്ഠ വരുമ്പോൾ നമ്മളെ ആൾക്കാർ കയറുന്ന ഭക്തജനങ്ങൾ അവരെ ശ്രദ്ധ എന്താ പറയുക ഈ തൂണുകളിലാവാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ചുറ്റുപാടും ആവാതിരിക്കാൻ നേരെ ആൾക്കാർ പ്രതിഷ്ഠയിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ 54 തൂണുകളിലും അധികം കൊത്തുപണികളോ കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഈ ഇവിടുത്തെ മഹാമണ്ഡപത്തിലെ എന്താ പറയുക തൂണുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു ഓടുന്ന ആനയെ പോലെയാണ് ഇതുള്ളത്. ഓടുന്ന ആനേൻ്റെ രൂപത്തിലാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെയുള്ള എല്ലാ രൂപങ്ങളും അതായത് പ്രതിമകളൊക്കെ മുഖങ്ങളാണ് നശിപ്പിച്ചിട്ടുള്ളത്. ഒരുവിധം എല്ലാ പ്രതിമകളും മുഖങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ കുതിരേൻ്റെ കണ്ടോ മുഖം നശിപ്പിച്ചിട്ടാണുള്ളത്. എന്തുകൊണ്ട്? അപ്പോൾ ഈ പ്രതിമയുടെയൊക്കെ മുഖങ്ങളൊക്കെ നശിച്ചത് എപ്പോഴെന്ന് വെച്ചാൽ ഈ മുഗൾ യുദ്ധകാലത്താണ് കേട്ടോ. ആ സമയത്ത് ഒരുവിധം എല്ലാ പ്രതിമകളുടെയും മുഖങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ തൂണിന് നമ്പർ ഇട്ടിട്ട് കാണുന്നില്ലേ, N5/1 എന്നൊക്കെ. അപ്പോൾ ഈ നമ്പർ ഇട്ട് വെച്ചത് കണ്ടോ, ഈ കല്ലുകൾക്കൊക്കെ നമ്പർ ഇട്ട് വെച്ചിട്ട് കാണുന്നില്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ പൈതൃക യുനെസ്കോ അതായത് അവർ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് ഏറ്റെടുത്തിട്ട് റീബിൽഡ് ചെയ്ത് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ കാര്യങ്ങളൊക്കെ അന്നേരം ഇട്ടതാണ് ഈ നമ്പറും കാര്യങ്ങളൊക്കെ പില്ലറിനൊക്കെ നമ്പറൊക്കെ ഇട്ടിട്ട് റീബിൽഡ് ചെയ്തത്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തഞ്ചാവൂരുള്ള ബൃഹന്തേശ്വര ടെമ്പിൾ, ആ ടെമ്പിളിനെ അപേക്ഷിച്ചിട്ട് എത്രയോ ചെറിയ ടെമ്പിളാണ് ഈ ഐരാവതേശ്വര ടെമ്പിൾ. ഓക്കെ, ഈ കാണുന്ന ഈ പിറകിൽ കാണുന്നത് അതായത് ഞാനിപ്പോൾ ഐരാവതേശ്വര ടെമ്പിളിലാണ് ഉള്ളത്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ ഇവിടുത്തെ മെയിൻ കോവിലാണ് ബേക്കിൽ കാണുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല. അതായത് അതിനെ അപേക്ഷിച്ചിട്ട് ആ ടെമ്പിളിനെ അപേക്ഷിച്ചിട്ട് തഞ്ചാവൂരിലെ ടെമ്പിളിനെ അപേക്ഷിച്ചിട്ട് ഏറ്റവും ചെറിയ ടെമ്പിളാണെന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ടെമ്പിളാണിത്. ഓക്കെ, പക്ഷേങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോകത്തിൽ തന്നെ 1 കോടിയിലധികം ശില്പങ്ങളുള്ള ഒരേ ഒരു ടെമ്പിളാണിത്, മനസ്സിലായില്ലേ? 1 കോടിയിലധികം ശില്പങ്ങളുള്ള ഒരു ടെമ്പിളാണ് ഇത് വരുന്നത്. ഇവിടെ 1 കോടിയിലധികം ശില്പങ്ങളുണ്ടല്ലോ, പല അർത്ഥത്തിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് 1 കോടി ശില്പങ്ങൾ ഈ ചെറിയൊരു അമ്പലത്തിലുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടെ. ഇത് ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു അമ്പലമാണിത്.
മനസ്സിലായില്ലേ? ചെറിയ അമ്പലമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് സംഭവം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് എന്ന് വെച്ചാൽ എല്ലാം കൂടി പൊട്ടിപ്പൊളിഞ്ഞ് ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന വെച്ചാൽ ആരും ശ്രദ്ധിക്കാണ്ട് പോയൊരു അമ്പലമാണ്. ഇതാണ് എന്താ പറയുക, യുനെസ്കോ അല്ലെങ്കിൽ ലോക പൈതൃക സംഘടനയുണ്ടല്ലോ, അവരെ ഏറ്റെടുത്തിട്ട് എന്ത് ചെയ്തത്, റീബിൽഡ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തതാണ് ഈ കാര്യങ്ങൾ. അന്നേരമാണ് പിന്നെ അതിന് ശേഷം ഇപ്പോൾ അവർ അത്രയും നീറ്റായിട്ട് ഈ അമ്പലം സൂക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം എന്താ പറയുക, പല ആൾക്കാരും അറിഞ്ഞും എന്താ പറയുക ഇങ്ങോട്ടേക്ക്, അതായത് തഞ്ചാവൂർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കയറിയിട്ട് മാത്രമാണ് എല്ലാവരും പോകുന്നുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ അമ്പലം മാറിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മൾ മ്യൂസിക് പില്ലർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ ഇവിടെയുള്ളതാണ്. ഇത് കാണുന്നുണ്ടോ? ഇത് മ്യൂസിക് സ്റ്റെപ്പാണ് കേട്ടോ. അതായത് 9 സ്റ്റെപ്പുകളാണുള്ളത്. ഈ സ്റ്റെപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാരി ഗമ പദനിസ എന്ന് പറയുന്നില്ലേ, അപ്പോൾ അങ്ങനെയാണ്. അത് ഓരോ സ്റ്റെപ്പിലും ഇതാക്കുന്ന സമയത്ത് നമ്മൾ ആ സൗണ്ട് കേൾക്കുന്നുള്ളതിലാണ് പറയുന്നത്. താഴത്തും ഏറ്റവും മുകളിൽ സാസ പറഞ്ഞ് നോർമൽ, പിന്നെയെല്ലാം ഓരോ സൗണ്ട് കേൾക്കുന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രം വരുന്നത്. മനസ്സിലായില്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ പൂജ ചെയ്യേണ്ട സമയത്ത് അത്രയും ഹൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ സ്റ്റെപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ എന്ന് വെച്ചാൽ ചുറ്റുവട്ടത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർക്ക് പോലെയുള്ളത് വില്ല എന്ന് പറയുന്നത് പുളിമരങ്ങളാണ്. ഒരുപാട് പുളിമരങ്ങളുണ്ട്. അത് കണക്കായിട്ട് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പല ആൾക്കാരും വന്ന് ഇരിക്കുന്നുണ്ട്. കോളേജ് കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനെ തൊട്ട് വെഹിക്കിൽ കാണിച്ചിട്ട് അവിടെ കോളേജ് കുട്ടികൾ വന്നിട്ട് അവിടുന്ന് കണ്ണു ഓതിയിട്ടും ബോൾ എറിഞ്ഞിട്ടൊക്കെ കളിക്കുന്നുമുണ്ട്. മനസ്സിലായില്ലേ? അതേപോലെ വൈകുന്നേരങ്ങളിൽ ഉച്ച സമയത്ത് വന്നിരുന്നാലും ഈ സമയത്തായാലും ഇവിടെ അപ്പുറത്തേക്കൊക്കെ നല്ല ചൂട്, പക്ഷേ മരത്തിൻ്റെ ചുവട്ടിലിരിക്കും നമുക്കൊരു തണുപ്പ്, ഒരു കാറ്റും കിട്ടുന്നുണ്ട്. ഓക്കെ, യൂട്യൂബിൽ വരും പറഞ്ഞു 400 രൂപയെല്ലാം പറഞ്ഞ് അത് 360 രൂപയിൽ അവിടെ ഒതുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് വന്നത്. അപ്പോൾ അതാണ് പൈസേൻ്റെ കാര്യങ്ങൾ ഇവിടെ എല്ലാം അറബറി ഇതൊക്കെയാണ്.